ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പോൾ ജോസഫ്. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമായി ഇരിക്കുന്നോ നിങ്ങള്? കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ പറയാൻ പോകുന്ന കഥ ഏതാണെന്നറിയാമോ? 12 ഒറ്റുകാരുടെ കഥയാണ്. ഒറ്റുകാർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ചാരമാണ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് സ്പൈ എന്ന് പറയും. ആ കഥ കാണാം നമുക്ക്. ഈ ആളുകൾ കൊണ്ടുവരുന്ന പഴങ്ങൾ കണ്ടോ? എന്തു വലിയ മുന്തിരിക്കൊലയാണ് അല്ലേ? ഒരു കമ്പിൽ കെട്ടി 2 പേർ ചുമന്നുകൊണ്ടുവരികയാണ്. അവരുടെ കയ്യിൽ അത്തിപ്പഴവും മാതള നാരങ്ങയുമുണ്ട്. എവിടെ നിന്നാണ് ആ പഴങ്ങൾ എന്നറിയാമോ? കാനാൻ ദേശത്ത് നിന്ന്. മുമ്പ് അബ്രഹാമും ഇസഹാക്കും യാക്കോബും ജീവിച്ചിരുന്ന നാടാണ് കാനാൻ. ദൈവം പിതാവായ അബ്രഹാമിന് വാഗ്ദാനമായി നൽകിയ നാടാണ് കാനാൻ. പക്ഷേ ക്ഷാമമുണ്ടായ നാളുകളിൽ യാക്കോബും കുടുംബവും ഈജിപ്തിലേക്ക് പോവുകയും ക്രമേണ അവിടെ അടിമകളാകുകയും ചെയ്തു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിച്ച് തിരിച്ച് കാനാൻ ദേശത്തേക്ക് ഇപ്പോൾ കർത്താവായ ദൈവം കൊണ്ടുപോവുകയാണ്. ആരുടെ നേതൃത്വത്തിലാണെന്നറിയാമോ? മോശയുടെ നേതൃത്വത്തിൽ തിരിച്ച് കാനാൻ ദേശത്തേക്ക് ഇവർ പോവുകയാണ്. കർത്താവ് മോശയോട് പറഞ്ഞു, ഞാൻ ഇസ്രായേലിന് നൽകുന്ന ദേശം എങ്ങനെയുണ്ടെന്ന് നോക്കാൻ 12 ഗോത്രത്തിൽ നിന്നും ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അയക്കുക. മോശ കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. 12 പേരെ അയച്ചു. എങ്ങോട്ട് അയച്ചത്? കാനാൻ ദേശത്ത്. അപ്പോൾ കാനാൻ ദേശത്തേക്ക് അവർ പോയപ്പോൾ മോശ അവരോട് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞതെന്നോ? ആ നാട് ഏത് വിധത്തിലുള്ളതാണ്? ജനങ്ങൾ ശക്തിയുള്ളവരാണോ? അവരുടെ നഗരം വെറും കൂടാരമാണോ? അതോ മതിൽ കെട്ടി ഉറപ്പിച്ചതാണോ? ഭൂമി ഫലഭൂയിഷ്ടിയുള്ളതാണോ? വൃക്ഷസമ്പത്തുള്ളതാണോ എന്നൊക്കെ നോക്കണമെന്ന് പറഞ്ഞു. വരുമ്പോൾ ആ ദേശത്ത് നിന്ന് കുറച്ച് പഴങ്ങളും കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 40 ദിവസം അവർ ആ നഗരത്തിൽ, എവിടെ? കാനാൻ ദേശത്ത് രഹസ്യ നിരീക്ഷണം നടത്തിയ ശേഷം തിരിച്ചു വന്നപ്പോൾ കാനാൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന മുന്തിരിക്കൊമ്പാണ് നമ്മൾ കണ്ടത് അല്ലേ? അത് 2 പേർ ഒന്നിച്ചാണ് ചുമന്നു കൊണ്ടുവരുന്നു. അത്രയും വലിയ മുന്തിരിക്കൊല. കുറെ മാതള നാരങ്ങ അത്തിപ്പഴം ഒക്കെ അവർ കൊണ്ടുവന്നു. അവരിൽ 10 പേർ മോശയോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു. തേനും പാലും ഒഴുകുന്ന നാട്. ഇതാ അവിടുത്തെ പഴങ്ങൾ. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ശക്തിമാന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. എന്നാൽ യൂദാ ഗോത്രത്തിലെ നേതാവായ കാലേബ് പറഞ്ഞു, നമുക്കുടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം. അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ മറ്റു 10 പേർ പറഞ്ഞു, അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല. അവർ നമ്മേക്കാൾ ശക്തന്മാരാണ്. അവർ വലിപ്പം കൂടിയവരും ശക്തിയുള്ളവരുമാണ്. ഇത് കേട്ട് ഇസ്രായേൽക്കാർ പേടിച്ചു വിറച്ചു. രാത്രി മുഴുവൻ ജനം ഉറക്കെ നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹ്റോനുമെതിരായി പിറുപിറുത്തു. ഇതിലും ഭേദം ഈജിപ്തിലോ ഇവിടെ മരുഭൂമിയിലോ കിടന്ന് മരിക്കുകയായിരുന്നു. മോശയ്ക്ക് പകരം മറ്റൊരു നേതാവിനെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് തിരിച്ചു പോകാമെന്നവർ പറഞ്ഞു. എന്നാൽ ദേശം ഉറ്റുനോക്കാൻ പോയ യോശുവയും കാലേബും ഇസ്രായേൽ സമൂഹത്തോട് പറഞ്ഞു, ഞങ്ങൾ ഉറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശം നമുക്ക് തരികയും ചെയ്യും. എന്നാൽ യോശുവയെയും കാലേബിനെയും കല്ലെറിയണമെന്ന് സമൂഹം പറഞ്ഞു. അപ്പോൾ സമാഗമ കൂടാരത്തിൽ കർത്താവിന്റെ മഹത്വം ഇസ്രായേലിന് പ്രത്യക്ഷമായി. ദൈവത്തിന് വളരെ ദേഷ്യം വന്നിരുന്നു. മഹാമാരി അയച്ച് അവരെ നശിപ്പിച്ചു കളയുമെന്ന് ദൈവം മോശയോട് പറഞ്ഞു. എന്നാൽ മോശ ദൈവത്തോട് ക്ഷമയാചിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ജനത്തിൽ 20 അതിൽ കൂടുതലോ പ്രായമുള്ള എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും കാനാൻ ദേശത്ത് പ്രവേശിക്കുകയില്ല. എന്നാൽ ജോഷുവയും കാലേബും കാനാൻ ദേശത്ത് പ്രവേശിക്കും എന്ന്. 40 വർഷം ഇസ്രായേൽക്കാർ മരുഭൂമിയിൽ അലഞ്ഞു തിരിയുമെന്നും ദൈവം പറഞ്ഞു. കാനാൻ ദേശം ഉറ്റുനോക്കാൻ പോയിട്ട് തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചവർ മഹാമാരി ബാധിച്ചു മരിച്ചു. പിന്നീട് ഇസ്രായേൽക്കാർ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് പോകാൻ ഒരുങ്ങി. അപ്പോൾ മോശ അവരോട് പറഞ്ഞു,
ശത്രുക്കളുടെ മുമ്പിൽ തോൽക്കാതിരിക്കാൻ നിങ്ങളിപ്പോൾ മലമുകളിലേക്ക് പോകരുത്. എന്തെന്നാൽ കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല. അമലേക്യരും കാനാന്യരും നിങ്ങൾക്കെതിരെ നിൽക്കും. നിങ്ങൾ അവരുടെ വാളിനിരയാകും. കർത്താവിന്റെ വാഗ്ദാന പേടകമോ മോശയോ പാളയത്തിൽ നിറങ്ങി ചെല്ലാതിരുന്നിട്ടും അവർ മലയിലേക്ക് പോയി. പക്ഷെ എന്തു സംഭവിച്ചെന്നോ, മലയിൽ താമസിച്ചിരുന്ന അമലേക്യരും കാനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ചോടിച്ചു. ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ജയിക്കാൻ സാധിക്കുമോ? ഇല്ല. കൂട്ടുകാരെ, ഇന്നത്തെ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. പുതിയ കഥ ഞങ്ങൾ അടുത്ത ദിവസം വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.